നമസ്കാരം. യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസ് എന്നത് തൻ്റെ ജീവാത്മാവും പരമാത്മാവും ആയി കാണുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സിന് വേണ്ടി തന്നെ എപ്പോഴും വാദിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. അറിഞ്ഞില്ലേ, തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കാരായി രാജൻ. ആരാണ് ഈ കാരായി രാജൻ? ഓർമ്മയില്ലേ? ഒരു ഫസിലിനെ പത്രവിതരണവുമായി നടന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു പെരുന്നാൾ തലേന്ന് ഒരു സംഘം കൊലയാളികൾ വളഞ്ഞിട്ട് വെട്ടിയും കുത്തിയും കൊന്നത് മറന്നോ? കൊന്ന ശേഷം ഫസലിൻ്റെ ചോര പുരണ്ട വസ്ത്രം ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ട് ഉണ്ട്. ഒരു നാടിനെ വർഗീയ ലഹളയ്ക്ക് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ഒരു ക്രൂരത മറന്നോ? CPM കൊന്നിട്ട് ആ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് പറഞ്ഞ് അതിന് വർഗീയ നിറം ചാർത്താൻ നടത്തിയ CPM നടത്തിയ ശ്രമം മറന്നോ? ആ അരുങ്കൊല ആസൂത്രണം ചെയ്ത കൊലയാളിയാണ് കാരായി രാജൻ. ഒരിക്കൽ ഒരു കലാപം ഉണ്ടായതിൻ്റെ മുറിപ്പാടും ഭീതിയും കഴിയുന്ന തലശ്ശേരിയിലാണ് മറ്റൊരു കലാപത്തിന് വെടിമരുന്നിട്ട് ഒരാളെ CPM ജനങ്ങൾക്ക് മുകളിൽ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പെരുന്നാൾ കാലത്ത് തൻ്റെ അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അന്നത്തെ ആ 2.5 വയസ്സുകാരി ഹിതയോട് എന്ത് മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് ഒരിക്കൽ കോടതി വിധിച്ച ആ കൊലയാളിയെ കണ്ണൂർ ജില്ലയിൽ തന്നെ മത്സരിപ്പിച്ച് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളം മുഴുവൻ മെയ് 9 വേണ്ടിയുള്ള കാത്തിരിപ്പിലാകുമ്പോൾ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി മെയ് 4 ആയത് കാത്തിരിക്കുന്നത് കാരണം അന്നാണ് ഫസൽ വധക്കേസിലെ ഉപരിവാദം നടക്കുന്നത്. കാരായി രാജനെ പോലെ ഒരു കൊലയാളി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടത് സാംസ്കാരിക നായകർ മിണ്ടിയോ? ഇടത് ചിന്തകർ വിലപിച്ചോ? കൂട്ടിട്ട ചില ഇടത് മാധ്യമ ജഡ്ജിമാർ ആർത്തലച്ചോ? ധാർമ്മികതയെ പറ്റി കവിതകൾ വന്നോ? മനുഷ്യത്വത്തെ പറ്റിയുള്ള കഥാപ്രസംഗങ്ങൾ വന്നോ? ഇല്ല. ചോദ്യങ്ങൾ ഇല്ല, ആക്രോശങ്ങൾ ഇല്ല, പൊതുവിചാരണയില്ല. ഓ, മറന്നു. കൊലയാളിയാണെങ്കിലും കാരായി രാജൻ CPM ആണല്ലോ, പിണറായിസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ കമ്മി ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതാണ് ആ പോസ്റ്റിൻ്റെ ഒരു രത്നച്ചുരുക്കം. അതായത് തലശ്ശേരിയിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ സ്പീക്കർ AM ഷംസീറിന് പകരമായിട്ട് മത്സരിപ്പിക്കുന്ന കാരായി രാജനെ പറ്റിയുള്ള വർണ്ണനയാണ്. ഇതൊരു യഥാർത്ഥമായ സത്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ CPM പുറത്തിറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റുകളിൽ പലരും പല ക്രിമിനൽ കേസുകളിലും അതുപോലെ തന്നെ പല കൊലപാതക കേസുകളിലും പല മാഫിയ സംഘങ്ങളുടെയും തലവന്മാരായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെയൊന്നും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഒരു പ്രതിഷേധ സ്വരങ്ങൾ എവിടെയും ഉയർന്നു വരുന്നില്ല. എന്നാൽ യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇതിനകത്ത് പ്രതികരിക്കുന്നുണ്ട്. അത്തരം കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും ഏതെങ്കിലുമൊക്കെ ചീള് കേസുകൾ പറഞ്ഞ് അല്ലെങ്കിൽ പെണ്ണ് കേസുകളൊക്കെ പറഞ്ഞ് പുറത്തു നിർത്തുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ അത്തരം വ്യക്തിത്വങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന് ആവശ്യം. അവരെയൊക്കെ ഇത്തരം ഈ നാറ്റക്കേസുകൾ പറഞ്ഞ് പുറത്തു നിർത്തുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റ് മനോഭാവത്തിൻ്റെ ഒരു സെക്കൻഡ് വേരിയേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സതീശനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കുറേയധികം ഇടതുപക്ഷത്തുള്ള മക്കളെ കോൺഗ്രസ്സിൽ ചേർക്കുന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം പോലും അതായത് VS അച്യുതാനന്ദൻ്റെ, കേരളം കണ്ട ഏറ്റവും കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷിനെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിർത്തി സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുന്നു. അതിന് UDF അല്ലെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു. വളരെ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഒരു വരുത്ത മകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുരേഷിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ G. സുധാകരന് വേണ്ടിയിട്ട്
UDF സപ്പോർട്ട് ചെയ്യുന്നത്. അതും നല്ലൊരു കാര്യമാണ്. പക്ഷെ അവിടെയും നമ്മൾ എടുത്തു കാണേണ്ടത് യഥാർത്ഥ കറ തീർന്ന, അതായത് ആത്മാവും മനസ്സും ശരീരവും ഒന്നായിട്ട് നിന്ന് കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്ന രാഹുൽ മാക്കൂട്ടത്തെ പുറത്തു നിർത്തിക്കൊണ്ട് സുധാകരന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കുന്നതും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ കറതീർന്ന കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും LDFിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ CPMൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് ശരിക്കും ഇതുപോലെ തന്നെയാണ്. അതായത് വരുത്തന്മാരായിട്ടുള്ളവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ യഥാർത്ഥ കറതീർന്ന കോൺഗ്രസ്സുകാരെ അകറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ നികൃഷ്ടമായൊരു പ്രവൃത്തി കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരിക്കലും കോൺഗ്രസ് അല്ല നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്, മറിച്ച് മറ്റൊരു സെക്കൻഡ് പിണറായിസ്റ്റ് മനോഭാവമാണ് നിങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ പെണ്ണ് വിഷയങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും നേതാക്കന്മാർക്ക് അതൊരു തെറ്റായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി കുപ്പായം വരെ തയ്പ്പിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന VD സതീശൻ്റെ കാര്യത്തിനകത്ത് അത് ബാധകം അല്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരികയാണ്. കാരണം VD സതീശൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന, ദീർഘകാല ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ, പറവൂർ മണ്ഡലത്തിലെ താരകേശൻ്റെ ഭാര്യയായിരുന്ന രാജി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ കുറച്ച് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പൊതുമണ്ഡലത്തിലുണ്ട്. അവർ മറ്റൊരു പ്രേരണയാലോ മറ്റൊരു ഇമെയിൽ പരാതിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരണയിലോ മറ്റേതെങ്കിലും യൂണിയൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടോ അവർ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമല്ല. അതായത് VD സതീശൻ്റെ ഒരു ഉത്തമ സുഹൃത്തായ അഴിമതിക്കുറിപ്പ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടെ കൂടി ഈ താരകേശനെ കുടിപ്പിച്ചും ബോധമില്ലാതാക്കിയതിന് ശേഷം താരകേശൻ്റെ ഭാര്യയായ രാജിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് ആ സ്ത്രീ തന്നെ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പൊതുമണ്ഡലത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ മാറ്റി നിർത്തുമ്പോൾ അതിനേക്കാളും വളരെയധികം ഗൗരവം കൂടിയ, അതായത് ഒരു കുടുംബം തകർത്ത് ആ കുടുംബത്തിലെ സ്ത്രീയെ ദുരുപയോഗം ചെയ്ത VD സതീശൻ ഇതിനകത്ത് കുറ്റക്കാരനല്ലേ? അങ്ങനെയാണെങ്കിൽ VD സതീശൻ മാറി നിൽക്കേണ്ടത് തന്നെയല്ലേ? അത് VD സതീശൻ സ്വയം തീരുമാനിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ടതല്ലേ? UDF തീരുമാനിക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ VD സതീശൻ അയോഗ്യനല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. VD സതീശന് വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്ത അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് പൊതുമണ്ഡലത്തിലേക്ക് ആദ്യം വെടിപൊട്ടിച്ചു വന്ന ഒരു നടിയുണ്ട്, പറവൂർ നടി. ആ പറവൂർ നടിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ബോധ്യമല്ലേ? അതായത് പത്തനംതിട്ടക്കാരനായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവം തേടുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞ പാലക്കാട്ടെ യുവ MLA ആയ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവം വിശേഷണങ്ങൾ തേടി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ രതിവൈകൃതങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ വളരെ കാതലായി ഇടപെടുന്ന ഈ പറവൂർ നടി എന്തുകൊണ്ട് പറവൂരിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു? സ്വാഭാവികമായിട്ടും ഈ VD സതീശൻ്റെ ഈ ലീലാവിലാസങ്ങൾ പറവൂർ നടിക്ക് ബോധ്യമല്ലേ? 20 വർഷക്കാലം VD സതീശൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ പറവൂർ നടിക്ക് ബോധ്യമല്ലേ? ഈ പറവൂർ നടി പറയുന്നൊരു കാര്യങ്ങളുണ്ടല്ലോ, കാരണം VD സതീശനുമായിട്ട് തനിക്ക് ആത്മബന്ധം, മുജ്ജന്മ ബന്ധം പോലും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആ നടിക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യമല്ലേ? അതുപോലെ തന്നെ VD സതീശനോട് തനിക്ക് തീർത്താൽ തീരാത്ത ആരാധനയാണ്, ആരാധന മൂത്ത് അങ്ങ് അറ്റത്തെത്തി നിൽക്കുന്നു എന്ന് പറയുന്ന നടി ഈ പറയപ്പെടുന്ന ഈ സതീശൻ്റെ ഇത്തരം ലീലാവിലാസങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് തുറന്ന് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല? ഈ നടി മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് പ്രേമസല്ലാപങ്ങൾ നടത്താനും ഹഗ് ചെയ്യാനും ഒക്കെയാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ പല ജീവിത പങ്കാളികളുമായിട്ട് ജീവിതം ആസ്വദിച്ച് കഴിയുന്നതാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ നൈറ്റ് ലൈഫാണ് തനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുകയും ചെയ്യുന്ന നടിയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവ നേതാക്കന്മാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പൊതുമണ്ഡലത്തിൽ വന്നു കിടന്നുകൊണ്ട് ഘോര സദാചാരം പ്രസംഗിക്കുന്നത്? അതുപോലെ തന്നെ അത്തരത്തിൽ പറയുന്ന നടി എങ്ങനെയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിന് പാതിരാത്രിയിൽ പോലും കൂടെ
പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ ആ നടിയുടെ ഉള്ളിലെ യഥാർത്ഥ സ്ത്രീ ആരാണ്, എന്താണ് എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്നില്ലേ? അപ്പോൾ ഇത്തരം നടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ മാനസപുത്രിയാണ് എന്ന് സ്വയം അവകാശപ്പെട്ട് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നല്ലോ, അതായത് കോൺഗ്രസിൻ്റെ സാഹിതീയ സമിതിയുടെ അധ്യക്ഷ അല്ലെങ്കിൽ സാഹിതീയ സമിതിയുടെ നേതാവ്, അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മഹിളാ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഒരു സാഹിത്യകാരി, അതുപോലെ തന്നെ വ്യാജ IAS കാരിയും ഒക്കെ ആയിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നടന്നിരുന്ന ഒരു മഹതി. ആ മഹതി 2020 മുതൽ 2025 വർഷം വരെയുള്ള 5 വർഷക്കാലം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പിന്നാലെ ഒരു ഉളുപ്പും ഇല്ലാതെ വെള്ളം ഒലിപ്പിച്ച് നടന്നു എന്നുള്ള രീതിയിൽ നടന്നത് രേഖാമൂലം തന്നെ രാഹുൽ മാക്കൂട്ടം പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ തുറന്ന് ചോദിച്ചിട്ടും അതിനൊന്നും ഉത്തരം പറയാനില്ലാതെ രാഹുൽ മാക്കൂട്ടം കോഴി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് CPMലെ ഏറ്റവും വലിയ കോഴിയായ M മുകേഷിനോട് ചേർന്ന് നിന്നുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എന്തൊരു കോൺഗ്രസ്സുകാരിയാണ്, നിങ്ങളാണോ കോൺഗ്രസ്? ഇനിയും മറ്റൊരു മഹതിയാണല്ലോ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയൊരു വൈറ്റാട്ടി എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടും ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, കുട്ടികൾ സ്വർഗത്തിലിരുന്ന് കരയുന്നു, അമ്മ ഭൂമിയിലിരുന്ന് കരയുന്നു, അതുപോലെ തന്നെ ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ പൊതുമണ്ഡലത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടും ആ പ്രചരണം മുഖ്യമന്ത്രി കുടിക്കുന്ന ചായക്കോപ്പയിൽ പ്രചരിപ്പിച്ച് പൊതുമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കത്തക്ക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിലൂടെ മാധ്യമപ്രവർത്തന രംഗത്തെ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തക അവാർഡ് എന്നുള്ളതൊക്കെ നേടിയെടുക്കാനുള്ള ചുറ്റുവട്ടക്കളി അല്ലെങ്കിൽ പിന്നാമ്പുറക്കളിയിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുകയും നടന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ടല്ലോ. ഇവരൊക്കെയാണോ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ക്ലീൻ സർട്ടിഫിക്കറ്റ് അല്ലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനായിട്ട് നടക്കുന്നത്? മറ്റൊരാളാണല്ലോ നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ്. അതുപോലെ തന്നെ അവർക്ക് ഇമോജി കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സാഹിത്യകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരാണെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ പേഴ്സണൽ ലൈഫിൽ പോലും കൂടെ അവർ ഡിവോഴ്സായി നിൽക്കുന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ അവർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലാണ് ഭയങ്കര ഉത്സാഹം. എന്നാൽ എന്തുകൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ KB ഗണേഷ് കുമാർ ഈ അടുത്തിടെ നടത്തിയിരിക്കുന്ന സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച് ഒരു വാക്ക്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയമല്ല, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കണം എന്നുള്ള ആ ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ട് നടന്ന ഒരു തരം ആഭാസ നാടകം. ഇതല്ലേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു ഡോക്ടർ സൗമ്യ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്ന, അതായത് രാഹുൽ മാക്കൂട്ടം പാലക്കാട് തോൽപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ആ ഒരു സ്ഥാനാർത്ഥി, തോറ്റുപോയ സ്ഥാനാർത്ഥിയുടെ ഭാര്യ അവരുടെ ആ വിഷമം കരഞ്ഞു തീർക്കുന്ന ഒരു സീന്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് SSP എന്ന സംഘം, അതായത് സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഹിജൻ അജണ്ട വർക്കിൻ്റെ ഭാഗമായിട്ട് മുന്നണി പോരാളികളായിട്ട് രംഗത്ത് വന്ന് പ്രവർത്തിച്ചിരിക്കുന്ന ഈ 1/2 ഡസനോളം സ്ത്രീകൾ അവരുടെ പേഴ്സണലായ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാക്കൂട്ടം അയോഗ്യനെങ്കിൽ അതിനേക്കാളും അയോഗ്യരാണ് ഇന്ന് കോൺഗ്രസിൻ്റെയും അതുപോലെ UDFിൻ്റെയും നേതാക്കന്മാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് LDFിൽ അതിനേക്കാൾ അപ്പുറമാണ്. പക്ഷേ അവരത് സ്വാഭാവികമായിട്ടും അവരെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ചതിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയെങ്കിലും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ KB ഗണേഷ് കുമാറിൻ്റെ ഈ അടുത്തിടെ ഉണ്ടായ ഒരു വിഷയത്തിൽ പോലും കൂടെ ഇവിടെ LDFും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും കൂടെ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. എന്നാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, കൂട്ടത്തിൽ നിൽക്കുന്നവനെ ചതിച്ചുകൊണ്ട്, അതായത് മറ്റുള്ളവരുടെ സ്ത്രീ വിഷയം പൊക്കിപ്പിടിക്കുകയും എന്നാൽ ഒരു കുടുംബം വരെ തകർത്ത്
താൻ സ്വയം നടത്തിയ ഹീനമായ പ്രവൃത്തി അത് ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കാതെ അല്ല മറ്റുള്ളവർ അത് അറിയാതിരിക്കാനും വളരെ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവും. ഇതാണ് തങ്ങളിലുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് യഥാർത്ഥ കോൺഗ്രസ്സുകാരനാരാണ്, അല്ലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരാണ് എന്നുള്ളതാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം എന്ന യുവ നേതാവ്. അത്തരം നേതാക്കന്മാരെ ഒതുക്കി നിർത്താനായിട്ട് നടത്തുന്ന ഈ ഗൂഢശ്രമത്തിനെതിരെ പൊതുസമൂഹം ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം ഈ പൊതുസമൂഹത്തിൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഉടമയാണ് എങ്കിൽ അത്തരം സ്വഭാവ വൈകൃതങ്ങൾ ഇല്ലാത്ത നേതാക്കന്മാർ എത്ര പേരുണ്ട് എന്നുള്ളത് പൊതുസമൂഹം ഒന്ന് വിലയിരുത്തി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിനകത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.